ഗോകുവിനെ കൊല്ലുവാൻ വെറി പൂണ്ടുവന്ന നാപ്പയെ വളരെ ശക്തനായിരുന്നിട്ടും ഗോകു നിഷ്പ്രയാസം മുട്ടുകുത്തിക്കുകയും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നാപ്പയെ അടിച്ചു ഗോകു തരിപ്പണമാക്കുന്നത് കാണുന്ന വെജീറ്റയ്ക്ക് വളരെയധികം അരിശം വരികയും ഇനി മുതൽ ഞാൻ ഗോകുവിനോട് ഫൈറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പയോട് വെജീറ്റ അലർന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 14-ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. എപ്പിസോഡ് തുടരുമ്പോൾ നമ്മൾ കാണുന്നത് ഗോകുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ടിരിക്കുന്ന നാപ്പ വെജീറ്റയുടെ ആജ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നിന്നെ കൊല്ലുന്ന ദൗത്യം ഞാൻ അദ്ദേഹത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു നിൽക്കുന്ന ഗുഹാനെയും ക്രില്ലിനെയും നോക്കി അവർക്ക് നേർക്ക് പറക്കുകയും വെറും കൈയോടെ പോകാൻ ഞാൻ തയ്യാറല്ല, പകരം ഞാൻ ഇവരെ കൊന്നുകൊണ്ട് നിന്നോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാന്റെയും ക്രില്ലിന്റെയും നേർക്ക് പറന്നുകൊണ്ടിരിക്കുന്ന നാപ്പ ബ്രേക്ക് കാനോൺ എന്ന ഒരു മാരകമായ എനർജി അറ്റാക്ക് അവന്റെ വായിൽ നിന്നും ഉതിർത്തുകൊണ്ട് ഗുഹാനെയും ക്രില്ലിനെയും കൊല്ലുവാൻ നോക്കുമ്പോൾ വളരെ അരിശം വരുന്ന ഗോകു അക്ഷമനായിക്കൊണ്ട് കായോക്കൈൻ എന്ന് പറഞ്ഞ് ഉറക്കെ അലറുകയും കേവലം ഒരു നിമിഷത്തേന് കായോക്കൈൻ എന്ന അമൂല്യമായ കഴിവിനെ ആഗിരണം ചെയ്യുന്ന ഗോകു മിന്നൽ വേഗത്തിൽ പറന്നു വരികയും നാപ്പയുടെ നടുവിൽ ഒരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഗുഹാന്റെയും ക്രില്ലിന്റെയും മുന്നിലേക്ക് വന്നിറങ്ങുകയും കേവലം ഒറ്റ കൈ കൊണ്ട് നാപ്പയെ ഉയർത്തിയെടുത്ത് കറക്കി നിലത്തടിച്ചെറിയുകയും ഇനി ഇവനെ കൊണ്ട് ആർക്കും തന്നെ ശല്യമുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റയെ നോക്കി അരിശം പൂണ്ടു നിൽക്കുകയും ഗോകു നീ ഇപ്പോൾ കാണിച്ചത് എന്ത് തരം ടെക്നിക്കാണ്, ഞങ്ങൾക്കത് കാണുവാൻ പോലും സാധിച്ചില്ല, ഇതാണോ നീ കായോസാമയിൽ നിന്നും പഠിച്ച ടെക്നിക് എന്നും പറഞ്ഞ് ക്രില്യനും ഗുഹാനും ആശ്ചര്യത്തോടെ ഗോകുവിനെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവന് ഇത്രയധികം വേഗതയും ശക്തിയും കൈവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ ഗോകുവിനെ നോക്കി പല്ലു കടിക്കുകയും അതെ, ഇതാണ് ഞാൻ കായോസാമയിൽ നിന്നും പഠിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ടെക്നിക് കായോക്കൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ക്രില്യനെ നോക്കി ചിരിക്കുന്നു. കായോക്കൈൻ ഉപയോഗിച്ച് എന്റെ ശക്തിയെ എനിക്ക് ആംപ്ലിഫൈ ചെയ്ത് ഇരട്ടിപ്പിക്കാൻ സാധിക്കും എന്ന് ഗോകു പറയുന്നത് കേൾക്കുമ്പോൾ ക്രില്യൻ എന്നാൽ നിനക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഇവന്മാരെ നേരത്തെ കൊല്ലുവാൻ സാധിക്കില്ലേ എന്ന് തിരക്കുമ്പോൾ ഗോകു കായോസാമ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും കായോക്കൈൻ ഈ ലോകത്തിലെ വളരെ അപകടം പിടിച്ച അമൂല്യമായ ഒരു കഴിവാണ്, അത് നീ 2 മടങ്ങിലധികം ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല, നീ ഒരുപാട് നേരമോ 2 മടങ്ങിലധികമോ അത് ഉപയോഗിച്ചാൽ നിന്റെ ബോഡി സ്വയം അത് നശിപ്പിച്ച് ഇല്ലാതാക്കുകയും ശരീരം മുഴുവൻ തളർന്നു പോവുകയോ ആയുസ് കുറഞ്ഞു പോവുകയോ ചെയ്തേക്കാം, അതുകൊണ്ട് 2 മടങ്ങിലധികം കായോക്കൈൻ ഒരിക്കലും നീ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ ഗോകുവിന് ഒരു വാണിംഗ് കൊടുക്കുകയും അതെല്ലാം അറിയുന്ന ക്രില്യന് ഇതെല്ലാം കേൾക്കുമ്പോൾ കുറച്ച് ഭയം തോന്നുകയും ചെയ്യുന്നു. ഇതേ സമയം അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന നാപ്പ വെജീറ്റയോട് സഹായം ചോദിക്കുകയും ചിരിച്ചുകൊണ്ട് നാപ്പയ്ക്ക് കൈ കൊടുക്കുന്ന വെജീറ്റ നാപ്പയെ ഉയർത്തി ആകാശത്തേക്ക് വലിച്ചെറിയുകയും ഇതെല്ലാം കാണുന്ന ക്രില്യനും ഗോകുവും അതിശയപ്പെടുകയും തോറ്റുപോയ ഒരു സയാനെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാലക്സി ബ്രേക്കർ എന്ന മാരകമായ ഒരു അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാപ്പയെ നിഷ്പ്രയാസം കൊന്നുകളയുകയും വെജീറ്റയുടെ അപാരമായ ശക്തി കാണുന്ന ഗോകു ഞെട്ടിത്തെറിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിന്റെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ക്രില്യനെയും ഗുഹാനെയും എടുത്തുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് പറന്ന ഗോകു വെജീറ്റയുടെ അറ്റാക്ക് കണ്ട് വളരെയധികം പരിഭ്രാന്തപ്പെടുകയും സ്വന്തം ആളെ വരെ കൊന്ന ഇവൻ എത്ര വലിയ മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് വെജീറ്റയെ നോക്കി ക്രില്യൻ അത്ഭുതപ്പെടുകയും നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിൽക്കരുത്, ക്രില്യനോടും ഗുഹാനോടും അവിടെ നിന്നും പെട്ടെന്ന് പോകണമെന്ന് ആവശ്യപ്പെടുകയും വെജീറ്റയോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ ഗോകുവിനെ തനിയെ വിട്ടിട്ട് പോകാൻ മടിക്കുന്ന ഗുഹാൻ അവിടെ നിന്നും പോകാൻ തയ്യാറാകാതിരിക്കുകയും നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നാൽ ഗോകുവിന് അത് കൂടുതൽ അപകടമായി മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ ഗുഹാനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുകയും അതെല്ലാം കാണുന്ന ഗോകു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വളരെയധികം ശക്തനാണ് ഇവൻ, നിങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പെട്ടെന്ന് പോവാൻ ആവശ്യപ്പെടുകയും പക്ഷെ അതെല്ലാം കേൾക്കുന്ന ക്രില്യൻ ഗോകു ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഗോകുവിനോട് ആവശ്യപ്പെടുകയും ഇവരെയെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ ബോഡിയെല്ലാം എനിക്ക് ഭദ്രമായി എടുത്തു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ ഗോകുവിനോട് ചോദിക്കുകയും പിക്കലോസാൻ മരിച്ചുപോയി, കാമിസാമയും മരിച്ചുപോയി, ഡ്രാഗൺ ബോളുകളും അതോടെ നശിച്ചുപോയി, ഇനി ഇവരെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല, അത് ഉൾക്കൊള്ളാൻ എനിക്കും സാധിക്കുന്നില്ല, പക്ഷെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കിനി സാധിക്കില്ല ക്രില്യൻ എന്ന് പറഞ്ഞ് ഗോകു സങ്കടപ്പെടുകയും അല്ല ഗോകു, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, അതെങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് നിന്നോട് വിശദീകരിക്കാൻ സാധിക്കുകയില്ല, ഇവനെ കൊന്നിട്ട് നീ തിരികെ വരികയാണെങ്കിൽ നമുക്ക് ഇവരെ എല്ലാം തിരികെ കൊണ്ടുവരാൻ സാധിക്കും, നിനക്കിവനെ കൊല്ലുവാൻ സാധിക്കുമോ എന്ന് ക്രില്യൻ ഗോകുവിനോട് ചോദിക്കുകയും ഇവരെയെല്ലാം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എന്റെ ജീവൻ
കൊടുത്തിട്ടാണേലും ഇവനെ ഞാൻ കൊന്നിരിക്കും എന്ന് ഗോകു പറയുകയും, പക്ഷെ ഇതെല്ലാം കാണുന്ന വെജീറ്റ, ഏയ് കാക്രോട്ട്, എന്തിനാണ് നീ അവിടെ ഭയന്ന് വിറച്ച് നിൽക്കുന്നത്? എന്റെ ചെറിയൊരു അറ്റാക്ക് കണ്ടപ്പോഴേ നിനക്ക് പേടിയായോ? ഒരു നിമിഷം മുന്നേ നിന്റെ ഉള്ളിൽ കണ്ട വീറൊന്നും ഇപ്പോൾ ഇല്ലാതായോ? ഭയമാണോ നിനക്ക്? എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗോകുവിനോട് തട്ടിക്കയറുകയും, ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ഇവിടെയല്ല, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ദൂരേക്ക് പറക്കുകയും, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക കാക്കറോട്, പക്ഷെ നിന്റെ മരണം അതിന് ഇനി അധിക സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ പൊട്ടിച്ചിരിക്കുകയും ഗോകുവിന് പിന്നാലെ പറക്കുകയും ചെയ്യുന്നു. ഗോകുവും വെജീറ്റയും ദൂരേക്ക് പറന്നു പോകുന്നത് കാണുന്ന ഗുഹാനും ക്രില്ലിനും സങ്കടപ്പെട്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ, നീ വിഷമിക്കേണ്ട ഗുഹാൻ, ഇനിയുള്ളത് ഗോകു നോക്കിക്കോളും, നമുക്ക് എത്രയും പെട്ടെന്ന് കാമി ഹൗസിൽ പോണം, നിന്റെ അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ ഗുഹാനെ വിളിച്ചുകൊണ്ട് കാമി ഹൗസിലേക്ക് പോവാൻ തയ്യാറാവുമ്പോൾ, വളരെ ദൂരം ഗോകുവിന് പിന്നാലെ പറന്നുപോയ വെജീറ്റ അത്ഭുതപ്പെടുന്ന പോലെ ഗോകു ഒരു തരിശുഭൂമിയിലെ മലയ്ക്ക് മുകളിൽ ഇറങ്ങി നിൽക്കുകയും, ഇവിടെ ഒരു ഉറുമ്പ് കുഞ്ഞു പോലുമില്ല, ആർക്കും ആവത്തില്ലാതെ ഫൈറ്റ് ചെയ്യാൻ ഈ സ്ഥലം തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആരിശം പൂണ്ട് വെജീറ്റയെ നോക്കുകയും, മറ്റൊരു മലയിലേക്ക് വന്ന് കാലുറപ്പിക്കുന്ന വെജീറ്റ, നിന്റെ ശവകുടീരത്തിനുള്ള ഭൂമി നീ തിരഞ്ഞെടുത്ത് കഴിഞ്ഞോ കാക്കറോട്ട് എന്ന് ചോദിച്ച് അലറുകയും, പക്ഷെ നിനക്ക് സന്തോഷിക്കാം, നിന്നെ പോലൊരു ലോ ക്ലാസ് വാരിയർക്ക് എന്നെ പോലൊരു ഹയർ ക്ലാസ് വാരിയറോട് ഫൈറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വെജീറ്റ പൊട്ടിച്ചിരിക്കുകയും, വെജീറ്റയും ഗോകുവും ഫൈറ്റ് മോഡിലേക്ക് മാറുകയും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കോർക്കുകയും, വളരെ ശക്തി ആർജിച്ചുകൊണ്ട് ഗോകു പറന്നു വന്ന് വെജീറ്റയെ ആഞ്ഞിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്പ്രയാസം വെജീറ്റ അത് തടയുകയും ഗോകുവിനെതിരെ കൗണ്ടർ അറ്റാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് രണ്ടുപേരും മാറി മാറി ഇടിക്കാൻ ശ്രമിക്കുകയും പരസ്പരം രണ്ടാളും അവരുടെ ഇടിത്തടവുകളെല്ലാം തടയുകയും, പെട്ടെന്നുള്ള ഗോകുവിന്റെ ഒരു ആക്രമണത്തിൽ നിന്ന് തെന്നിമാറി വെജീറ്റ പല പല മലകളിലേക്ക് ചാടി ചാടി തെറിച്ചു പോവുകയും അതേപടി തന്നെ ഗോകുവും വെജീറ്റയ്ക്ക് പിറകെ ചാടി ചാടി ചെല്ലുകയും, എന്നാൽ ഒരു മലയിൽ ചവിട്ടി ഗോകുവിനെതിരെ പറന്നു വരുന്ന വെജീറ്റ ഗോകുവിന്റെ മുഖത്ത് നോക്കി ആഞ്ഞൊരിടി കൊടുക്കുകയും, മറ്റൊരു മലയിൽ ചവിട്ടി തിരിഞ്ഞു നിൽക്കുന്ന ഗോകുവിന്റെ പിറകിൽ വന്ന് ഗോകുവിനെ പിറകിൽ നിന്ന് മറ്റൊരു പ്രഹരമേൽപ്പിക്കുകയും, ഇഞ്ചോടിഞ്ച് രണ്ടുപേരും വീണ്ടും തമ്മിലടിക്കുന്നുണ്ടെങ്കിലും വെജീറ്റയുടെ പല പ്രഹരങ്ങളും ഗോകുവിന്റെ ചങ്കിലെ മുഖത്തും ആഞ്ഞു പതിക്കുന്നു. ഇവൻ ഇപ്പോഴും ശരിക്കും ആക്രമിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇവന്റെ വേഗതയും ശക്തിയും എന്നേക്കാൾ വളരെ കൂടുതലാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗോകു മനസ്സിൽ പറയുമ്പോൾ, ഏയ് കാക്കറോട്ട്, നിന്റെ ഉള്ളിലുള്ള ശക്തി നീ പുറത്തു കൊണ്ടുവരൂ, അല്ലോ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് വെജീറ്റ ഗോകുവിനെ വെല്ലുവിളിക്കുകയും, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു അലറുകയും ഗോകുവിന്റെ ചുറ്റിനും ഒരു വെള്ള ഓറ വരികയും അത് മഴവില്ല് പോലെ മാറി ജ്വലിക്കുകയും പെട്ടെന്ന് അതൊരു ചുമന്ന നിറത്തിലേക്ക് മാറുകയും കായോകൈൻ എന്ന് പറഞ്ഞ് ഗോകു അലറുകയും ചെയ്യുന്നു. കായോകൈനിലേക്ക് മാറുന്ന ഗോകു വെജീറ്റയ്ക്ക് നേരെ പാഞ്ഞു എന്നൊരു അടി അടിക്കുകയും മലയിൽ നിന്നും തെന്നി മാറുന്ന വെജീറ്റയ്ക്ക് കിട്ടേണ്ട അടി ആ മലയിലേറ്റ് മല പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. വെജീറ്റയ്ക്ക് പിന്നാലെ ചെന്ന് വളരെ ശക്തിയിൽ പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോകു വെജീറ്റയുടെ മുഖത്ത് ആഞ്ഞാഞ്ഞിടിക്കുന്നു. ഒരുപാട് ഇടികൾ വെജീറ്റയുടെ മുഖത്തേൽക്കുമ്പോൾ ഒരു തുള്ളി രക്തം തെറിക്കുന്നു. അത് കാണുന്ന വെജീറ്റയ്ക്കും വളരെയധികം സന്തോഷമാകും. ശരിയായ എതിരാളിയെ തന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ പൊട്ടി പൊട്ടി ചിരിക്കുകയും, നിന്റെ മരണത്തെ കൺമുന്നിൽ കണ്ടിട്ടാണോ നീ ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ഗോകു വെജീറ്റയെ നോക്കി പുച്ഛിക്കുകയും, ഇതാണോ നിന്റെ ഏറ്റവും ഉയർന്ന ശക്തി? പക്ഷെ നിന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ് കാക്കറോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ അലറുകയും, എന്ത്, അപ്പോൾ ഇവൻ ഇനിയും ശക്തി ഉയർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഗോകു ഒരു നിമിഷം അത്ഭുതപ്പെടുകയും ഉടനെ വെജീറ്റ പല്ല് കടിച്ചുകൊണ്ട് അലറിക്കൊണ്ട് അവന്റെ ശക്തി ഉയർത്താൻ ശ്രമിക്കുകയും അവിടെ മുഴുവൻ കറുത്ത മേഘങ്ങൾ വന്ന് മൂടപ്പെടുകയും അവിടുത്തെ മണ്ണും കല്ലുകളും എല്ലാം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറക്കുകയും വെജീറ്റയ്ക്ക് ചുറ്റും പച്ച നിറത്തിലുള്ള ഒരു ഓറ മിന്നി മിന്നി മാറുകയും വെജീറ്റയ്ക്ക് ചുറ്റും ശക്തമായ ഒരു വെള്ള ഓറ വന്ന് നിറയുകയും വെജീറ്റ വേഗം സയാൻ പ്രൈഡ് എന്ന ഫോമിലേക്ക് മാറുകയും സയാൻ പ്രൈഡ് ഫോമിലേക്ക് മാറിയ വെജീറ്റ ഗോകുവിനെ നോക്കി വളരെ ഉച്ചത്തിൽ അലറുകയും ചെയ്യുന്നു. വെജീറ്റയുടെ ശക്തി പല മടങ്ങായി വർദ്ധിച്ചത് കാണുന്ന ഗോകു, ഇവൻ ഇത്തരത്തിലൊരു ഫോമിൽ നിന്നാൽ ഈ ഭൂമി തന്നെ വേഗം നശിക്കുന്നതാണ്, ഇവനെ എത്രയും വേഗം തടയണമെന്ന് പറഞ്ഞ് ഗോകു ചിന്തിച്ചുകൊണ്ട് അലറുകയും വെജീറ്റ പവർ ഓഫ് ഫോമിലേക്ക് ഉയർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ മലകൾ തന്നെ പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞു കാക്കറോട്ട്, നിന്റെ ശവക്കുഴി ഞാൻ തോണ്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ ഗോകുവിനെ നേർക്ക് പാഞ്ഞു വരികയും മുഖത്താഞ്ഞു ഇടിയിടിക്കുകയും ചെയ്യുന്നു. ഗോകുവിന്റെ ചങ്കത്തേറ്റ ഒരു പ്രഹരം കൊണ്ട് ഗോകു താഴേക്ക് ചെന്ന് പതിക്കുകയും ഇടത്തും വലത്തും പിറകിലുമായി മിന്നി മിന്നി മാറി വരുന്ന വെജീറ്റയെ കാണുവാൻ പോലും സാധിക്കാതെ വെജീറ്റയുടെ പ്രഹരങ്ങളേറ്റ് ഗോകു പലയിടങ്ങളിലേക്കും തെറിച്ചു വീഴുകയും ചെയ്യുന്നു. മുകളിലേക്ക് ഉയർന്നു എന്ന വെജീറ്റ ഫയറിംഗ് എനർജി സ്പിയർ എന്ന മാരകമായ ഒരു അറ്റാക്ക് ഗോകുവിനെ നേർക്ക് അയക്കുകയും വേറൊരു രക്ഷയുമില്ലെന്ന് കാണുന്ന ഗോകു കായോകൈൻ 2 ടൈം എന്നലറുകയും കായോകൈൻ 2 ടൈം ഫോമിലേക്ക് മാറുകയും ചെയ്യുന്നു. ഞൊടിയിടയിൽ ആ സ്പിയറിൽ നിന്ന് തെന്നി മറന്ന ഗോകു മുകളിലേക്ക് പറക്കുകയും മുകളിലേക്ക് പറഞ്ഞു ചെന്ന ഗോകു
ഗോകുവിനെ നേർക്ക് മറ്റൊരു സ്പിയർ വെജിറ്റ വീണ്ടും അയക്കുകയും കേവലം ഗോകുവിന്റെ ശരീരത്തിൽ ഉരസിപ്പോകുന്ന ആ പവർ ഗോകുവിന്റെ ശരീരത്തിന്റെ പകുതി കരിച്ചു കളയുകയും ചെയ്യുന്നു. ഗോകുവും വെജിറ്റയും നേർക്കുനേർ വീണ്ടും മറ്റൊരു മലയിൽ വന്നിറങ്ങുകയും ഇവന്റെ കഴിവ് എത്രയധികം മാരകമാണ്, എന്റെ കായോകൈൻ 2 ടൈംസിനേക്കാൾ ഇവൻ ശക്തി ആർജിച്ച് നിൽക്കുകയാണ്, ഇവനെ ഞാൻ എങ്ങനെയാണ് തോൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോകു ആശ്ചര്യപ്പെടുകയും ഗോകു പരിഭ്രമിക്കുകയും ഞാൻ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എന്റെ ശരീരം കുഴഞ്ഞു പോകുന്നതാണ്, അതുകൊണ്ട് എനിക്ക് കായോകൈൻ 3 ടൈമിലേക്ക് മാറാതിരിക്കാൻ സാധിക്കുകയില്ല, എന്നോട് ക്ഷമിക്കൂ കാമിസാമ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു അവന്റെ ഉടുപ്പൂരി എറിയുകയും എന്നാൽ ഇതേ സമയം ഗോകുവിന്റെയും വെജിറ്റയുടെയും ഫൈറ്റ് ഒരു മലയുടെ പുറകിൽ ഒളിച്ചു നിന്ന് കാണുന്ന യാജിറോബി ഗോകുവും വെജിറ്റയും വളരെയധികം സ്ട്രോങ് ആണ്, ഇവരുടെ ഈ ഫൈറ്റ് കണ്ടു നിൽക്കുന്നത് ഒരു പേടി സ്വപ്നം കാണുന്നത് പോലെയാണ്, ഈ ദുസ്വപ്നം കണ്ടു നിൽക്കുവാനുള്ള ശേഷി എനിക്കില്ല, പക്ഷേ എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇവരുടെ ഫൈറ്റ് കൂടുതൽ നിരീക്ഷിക്കുകയും ഗോകുവിന്റെ കോൺഫിഡൻസ് എല്ലാം കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം അതിശയം വരികയും കാക്കറോട്ട് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ നീ ചെയ്യാൻ പോകുന്ന മണ്ടത്തരങ്ങൾ, നീ സാധാരണ ഒരു സയാനോടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നീ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ സയാനോടാണ്, ഞാനാണ് സയാന്മാരുടെ രാജകുമാരൻ പ്രിൻസ് വെജിറ്റ, എന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാരും പേടിച്ചു വിറയ്ക്കും, അപ്പോഴാണോ നീ എന്റെ മുന്നിൽ നിന്ന് ധൈര്യത്തോടെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിന്റെ മരണത്തിന് ഇനി വിദൂരമായ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ പൊട്ടിച്ചിരിക്കുകയും വളരെയധികം അരിശം വരുന്ന ഗോകു അവന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവന്റെ ഉള്ളിലെ മുഴുവൻ ശക്തിയെ ആഗിരണം ചെയ്യാൻ ശ്രമിക്കുകയും എന്റെ ശരീരം ചിലപ്പോൾ കുഴഞ്ഞു പോയേക്കാം, പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു കായോകൈൻ 3 ടൈം ആഗിരണം ചെയ്യാൻ ശ്രമിക്കുകയും അരുത് ഗോകു, ഈ 2 ടൈം തന്നെ നീ ഉപയോഗിക്കുമ്പോൾ നിനക്ക് വളരെയധികം ശേഷി കുറഞ്ഞു പോവുകയാണ്, 3 ടൈം ഉപയോഗിച്ചാൽ നിനക്ക് വളരെ വലിയ അപകടമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ കായയുടെ ലോകത്ത് നിന്നുകൊണ്ട് ഗോകുവിനെ ഓർത്ത് വിഷമിക്കുകയും എന്നാൽ കായോകൈൻ 3 ടൈം ഉപയോഗിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഗോകുവിനെന്ന് മനസ്സിലാക്കുന്ന കായോസാമ തലകുനിച്ചു നിൽക്കുകയും ചെയ്യുന്നു. കായോകൈൻ 3 ടൈം ഉപയോഗിച്ചാൽ ഗോകുവിന് ഈ ഫൈറ്റ് ജയിക്കുവാൻ സാധിക്കുകയില്ല, കുറച്ചു നേരം പോരാടാൻ സാധിച്ചേക്കും, പക്ഷെ അവന് ഉറപ്പായും കുഴഞ്ഞു വീഴുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ വിഷമിച്ച് തലകുനിച്ചു നിൽക്കുകയും ചെയ്യും. ഇതേ സമയം ഗോകു കായോകൈൻ 3 ടൈമിലേക്ക് അവന്റെ ശക്തി ഉയർത്തിക്കൊണ്ടിരിക്കുകയും ഇതേ സമയം കാമി ഹൗസ് കാണിക്കുകയും കാമി ഹൗസിൽ കണ്ണിൽ എനർജി മീറ്റർ വെച്ചുകൊണ്ടിരിക്കുന്ന ബുൽമയ്ക്ക് ഗോകുവിന്റെ പവർ ഉയരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയും ഗോകുവിന്റെ ശക്തി വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവരോടെല്ലാം പറയുകയും എത്രയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 17,000, 18,000, 19,000 ഇങ്ങനെ പവർ ഉയർന്നുകൊണ്ടിരിക്കുന്നതായി ബുൽമ പറയുകയും അതേസമയം ബുൽമയുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന എനർജി മീറ്റർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത് കാണുമ്പോൾ കാമി ഹൗസിൽ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയും കാമി ഹൗസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്രില്യനും ഗുഹാനും ഒരു നിമിഷം ഗോകുവിന്റെ ശക്തി ഉയർന്നതായി മനസ്സിലാക്കി അവിടേക്ക് നോക്കി തിരികെ തിരിഞ്ഞു നിൽക്കുകയും ഇതേ സമയം ഗോകുവിന്റെ ശരീരത്തെ വളരെയധികം കഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗോകു കായോകൈൻ 3 ടൈമിലേക്ക് മാറുകയും കായോകൈൻ 3 ടൈം എന്നലറുകയും ഗോകുവിന്റെ ശക്തി ക്രമാതീതമായി വളരെയധികം ഉയർന്നത് കാണുന്ന വെജിറ്റ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും അസൂയയോടെ ഗോകുവിനെ നോക്കി നിൽക്കുകയും എന്താണിത് എന്ന് ചോദിച്ച് വളരെ വിഷമത്തോടെ അലറുകയും വളരെ വിഷമത്തോടെ ദേഷ്യപ്പെട്ടുകൊണ്ട് അലറുകയും കായോകൈൻ 3 ടൈമിലേക്ക് എത്തിയ ഗോകു മുഴുവൻ ശക്തി ആർജിച്ചുകൊണ്ട് വെജിറ്റയ്ക്ക് നേരെ നോക്കി അലറിക്കൊണ്ടുവരികയും ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക, തുടർന്നുള്ള വീഡിയോകളും കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.